ഇവിടെ ലേഡീസിന് വേണ്ടിയാ. മാപ്രാണത്തുള്ളതേ ആണുങ്ങൾക്ക് മാത്രമുള്ള ഡ്രൈവിംഗ് സ്കൂളാ. സ്കൂട്ടറും കാറും ഒക്കെ പഠിച്ചാ ഈ ബസ്സിലൊന്നും തൂങ്ങിപ്പിടിച്ച് പോണ്ടല്ലോ. പിന്നെ വേറെ ശല്യങ്ങളും സഹിക്കണ്ട. ഞാൻ ആ റൂട്ടിൽ പോയിട്ടില്ല. അവർക്ക് താല്പര്യമില്ലെങ്കിൽ നിർബന്ധിക്കണ്ട മോളെ. അവർക്ക് ഈ പറമ്പിനോടുള്ളത് വൈകാരിക ബന്ധ. നമുക്ക് വേറെ ഏതെങ്കിലും മൈതാനം കിട്ടുമോ നോക്കാം. വാ, സൂര്യൻ വരുമ്പോ നമുക്ക് കുടുംബത്തെത്താം. അച്ഛൻ എന്തുട്ടിപ്പ ഇങ്ങനെയൊക്കെ പറയണേ? അച്ഛനാ? ആരച്ഛൻ? ഇവന്റെ അച്ഛൻ. ഞാൻ വിട്ടു. അല്ല, ഇയാളുടെ അച്ഛനല്ലേ ഇത്? സൂര്യനൊക്കെ വരാൻ ഞാൻ 5 മണിക്കൂർ എടുക്കുന്നത്. അല്ല, എന്നെ കുറിച്ച് പറഞ്ഞവര് അപ്പൊ മറ്റേ കാര്യം പറഞ്ഞിട്ടില്ലാവോ? അല്ല, അതിപ്പോ നമ്മുടെ അടുത്തേക്ക് ഒരു കാര്യമായിട്ട് വന്നിട്ടുണ്ടെങ്കില് ഈ ജോർജറ്റും വെറുങ്കയുടെ മടക്കി വിടില്ല. ഈ പറമ്പ് നിങ്ങളുടെ ഹൃദയം അല്ലെങ്കിൽ ഈ കമ്പി കുത്തിയിറക്കൽ വിഷമാവില്ലാവോ? അല്ല, ഇല്ലെന്നേ. അല്ല, ഒരു കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഞങ്ങളുടെ ഹൃദയം കല്ലാക്കി മാറ്റാൻ ഞങ്ങൾ തയ്യാറല്ലേ? അപ്പൊ നാളെ 7 മണിക്ക് തന്നെ തുടങ്ങിക്കോട്ടെ. ചോദിക്കണേ, ഫുൾ സപ്പോർട്ടല്ലേ? എന്റെ മകൻ എന്നും ഈ ചാട്ടില് തന്നെ. നീ എന്തുട്ര കളിക്കണേ? നമ്മൾ 5 പേര് കണ്ണടച്ച് പ്രാർത്ഥിക്കാനിരുന്നുണ്ടെങ്കിൽ ഈച്ച വന്ന ഫുഡ് സ്പൈലാക്കും. എവിടെയൊക്കെ പോയിരുന്ന റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഈച്ച എന്നറിയില്ല. ഒന്ന് മിണ്ടാതിരിക്കട്ടെ ജോർജ്. പറഞ്ഞിട്ട് എന്താ കാര്യം? പള്ളിയിലേക്ക് തീരിമിറ്റ് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഞാൻ റെഡിയാക്കി കൊടുത്തല്ലോ. അത് കണ്ടവർക്ക് മറച്ചു വെച്ച് നിന്റെയൊക്കെ വട്ടച്ചെലവ് നടത്താനുള്ളതല്ല. അല്ലേ? ആ മത്തായിയുടെ പറമ്പ്, അവിടെ ആരേലും എന്തുട്ടേലും പരിപാടിക്ക് വന്നാല് അതിനിവര് കാശ് വാങ്ങിക്കണമെന്ന്. എന്തുട്ട അവകാശത്തിന്റെ പേരിലാണ്ടാ? അത് മത്തായി പള്ളിക്ക് അവകാശപ്പെടുത്തി തന്ന പറമ്പാണ്. എന്റെ അപ്പ, ഒരു നാട്ടില് വെറുതെ കിടക്കണ പറമ്പ്, മൈതാനം, സ്പോർട്സ് ക്ലബ്ബ്, അതൊക്കെ അവിടുത്തെ യങ്സ്റ്റേഴ്സിന്റെ ആണ്. വെറുതെ നടക്കണ യങ്സ്റ്റേഴ്സിന്. അതിന് നീ ഇടയ്ക്കേറി എഴുതിലെത്തിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ നെഞ്ചും കൂടെ വെഞ്ചരിക്കട്ടാ. ജോർജെ, നിന്നെ ഒരു പുരോഹിതനായിട്ട് കാണാൻ ഞാൻ എന്തോരം ആഗ്രഹിച്ചതാ. അതിനവൻ തയ്യാറായിരുന്നല്ലോ. അപ്പൊ അച്ഛനല്ലേ പറഞ്ഞ് കല്യാണം കഴിക്കാണ്ട് പുരോഹിതനാവണമെന്ന്? വെറും പുരോഹിതനല്ല, ബിഷപ്പ്. നമ്മുടെ സഭയിൽ കല്യാണം കഴിച്ച ബിഷപ്പ് ആവാൻ പറ്റില്ലെന്ന് അറിയില്ല നിനക്ക്? കണ്ട, അച്ഛൻ കെട്ടി പള്ളിയിൽ അച്ഛനായി, കുട്ടികളുടെ അച്ഛനായി. ഞാൻ മാത്രം കെട്ടണ്ട് ബിഷപ്പ് ആയിക്കോളാൻ. ഭയങ്കര സെൽഫിഷ് ആണ് അമ്മച്ചി. അപ്പച്ചൻ ഭയങ്കര സെൽഫിഷാ. നീ ഒന്നും മിണ്ടാണ്ടിരിക്കും. ഞാൻ നിന്നോട് ഇനി മിണ്ടനില്ല. അമ്മച്ചി എന്നോടല്ലേ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞേ? നിന്നോട് ഞാൻ ഇനി ഒന്നും പറയണില്ലാന്ന്. ഇനി എന്റെ പ്രതീക്ഷ മുഴുവൻ ഇവനിലാണ്. ഫാദർ ജോസ് വടക്കൻ. അത് പോരിച്ചുട്ടോ അപ്പച്ച. അപ്പച്ചന് ഭയങ്കര ദീർഘവീക്ഷണമാണ്. ഈയിടെയായിട്ട് ഇവന്റെ തലക്ക് ചുറ്റും ഞാൻ ഒരു ദിവ്യ വലയം കാണുന്നുണ്ട്. അപ്പത് ശ്രദ്ധിച്ചാ? വല്ലാണ്ടങ്ങ് ഓവറാക്കല്ലേട്ടെ. ആടാ, ഈ പ്രഭ വല്ലണ്ടോ ഓവർ കഴിഞ്ഞ പിടിച്ച കിട്ടില്ല, ഭ്രാന്തായി പോവും. നീയാണ് ഇവിടെ ഇപ്പൊ ഓവർ. മോനെ ജോസേ, നീ നാളെ കാലത്ത് 5 മണിക്ക് എണീക്കണം. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സിന്. തുമ്മല് ചീറ്റി പോയതാന്ന്. ആരാണ്ട് യന്ത്രത്തിന് പാല് കാച്ചാനാണ് അലാറം വെച്ചത്. ഈശോയെ, ഗേൾസ്! നിങ്ങള് നേരത്തെ വന്നാ? ഇന്നലെ വീട്ടിൽ പോയല്ലേ നേരത്തെ വരേണ്ട കാര്യമുള്ളൂ. സ്റ്റുഡൻസ് വരുമ്പോ നമ്മളെ കണ്ടില്ലെങ്കിൽ അവർക്ക് വിഷമാവില്ലടാ. മണി 7:30 അവരെ കാണാനില്ലല്ലോ. പെൺകുട്ടികളല്ലടാ ഈ കുട്ടികൾ. കാലത്ത് നേരത്തെ എണീക്കില്ല. ഭയങ്കര മടിയാണ് ഈറ്റൾക്ക്. എണീറ്റ് തന്നെ ഒന്ന് ഞെളിഞ്ഞ് വാട്സപ്പ്, ഫേസ്ബുക്ക് നോക്കിയിട്ട് മെല്ലെ വരും. പല്ലേച്ചാ മതിയായിരുന്നു കുട്ടികളൊക്കെ. അവനവന്റെ ഭാര്യ വല്ലതൊക്കെ ഉണ്ടോ നോക്കണില്ല, ഇറങ്ങിയിരിക്കണ്ടി. ബിന്ദു മാത്രമേ ഉള്ളൂ? ഇല്ലടാ, കാറുണ്ടാ. വണ്ടിമ പിരമിഡൊക്കെ ആയിട്ടാണല്ലോ പറഞ്ഞേ. A to Z നന്നായി മതിയായിരുന്നു. ഓ, എൻട്രി കലക്കി. തള്ളിറങ്ങിട്ടാ പുറകിടാവുണ്ടാവും. പിന്നെ തള്ളയുള്ള എനിക്കിടാവോ വണ്ടിക്കകത്തിരുന്ന് വിരിഞ്ഞ് തള്ളേതാവോ? വരും. ഇത് പിന്നെ തള്ളയുള്ള. ഇത് കുടുംബശ്രീക്കാരുടെ ഡ്രൈവിംഗ് സ്കൂളാണെന്ന് തോന്നുന്നുട്ടോ ജോർജ്. ഈ ബിന്ദു എന്തുട്ടാ നമ്മുടെ ലൈഫ് ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് എന്നിട്ട് കളി കളിക്കണം? നിങ്ങൾ ഇവിടെ വന്നേ. ഗുഡ് മോർണിംഗ് ഡ്രൈവിംഗ് ടീച്ചർ. എച്ചെടുക്കുമ്പോഴേ ചില കാര്യങ്ങൾ നോക്കണോട്ടാ.
ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ തുടങ്ങിക്കോ. ശരി ടീച്ചർ. എന്താ ജോർജ് ചേട്ടാ, എന്തുട്ടാ കാര്യം? കുട്ടിക്ക് എന്തൊട്ട് പറഞ്ഞിട്ട് ഗ്രൗണ്ട് തന്നെ? ഡ്രൈവിംഗ് സ്കൂൾ നടത്താൻ. ആർക്ക് വേണ്ടിട്ട്? ലേഡീസിന് വേണ്ടി. എന്നിട്ട് അവിടെ എന്തുട്ട് എവിടെയെന്ന്? ടെസ്റ്റ് സ്കൂട്ടർ അവിടെ ഉണ്ട്, പിന്നെ കമ്പികളൊക്കെ അവിടെ ഉണ്ട്, ബോർഡ്. അതല്ല, പിന്നെ പെൺകുട്ടികളെവിടെ? ഹൈ ഗേൾസ് എവിടെന്ന്? അത് ജോർജ് ചേട്ടാ. ആ നിക്കണ കാവടികളാണ് ഗേൾസ് എന്ന് ഉദ്ദേശിക്കണെങ്കില് മോളെ വേറെ പറമ്പ് നോക്കിയോട്ടോ. സ്കൂളിൽ പോവാനും കോളേജിൽ പോവാനൊക്കെ ഇളം പെൺകുട്ടികൾ പെടണ പാട് കണ്ടിട്ട് അവര് ഫേസ് ചെയ്യണ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മനസ്സിലാക്കി അവരെ ശക്തിപ്പെടുത്താനുള്ള വഴിയായിട്ടാണ് കുട്ടിക്ക് ഡ്രൈവിംഗ് സ്കൂളിലൂടെ അനുവദിച്ച് സ്ത്രീ ശാക്തീകരണം. ഇതൊക്കെ ഒരു തവണ പറയാൻ പറ്റുള്ളൂ. ഞാൻ അത് മെല്ലക്കണ്ട് കയറിക്കോട്ടാ. എന്നും മഹത്തായ ലക്ഷ്യം, സ്വപ്നം, അതാണ് ഞങ്ങൾ യുവാക്കളുടെ മനസ്സില്. ഇല്ലടാ പിന്നെ ഇവരൊക്കെ കുടുംബശ്രീക്കാര് വണ്ടുപിടിക്കാൻ പഠിപ്പിച്ചോളൂ. നിങ്ങളെ രാജന്റെ ഭാര്യയല്ലേ? അതെ. അങ്ങേരും നല്ല മനുഷ്യനല്ലോ. രണ്ടര അടിച്ചു കൊടുത്തെടുക്കും. നിങ്ങൾ എടുത്തോണ്ട് പോയി ഇടിച്ചു കൊടുത്ത് കിടക്കൂലേ? അതാ മക്കളെ കുഴപ്പം. അദ്ദേഹം അടിച്ചടിച്ചെടുത്ത് കിടക്കുവേ. ഇതൊന്ന് പഠിച്ചെടുക്കാൻ ഒട്ടകം ടാക്സിയും പിടിച്ച് കാശ് കളയണ്ടല്ലോ, എനിക്ക് തന്നെ കൊണ്ടുവരാല്ല. അതാ യു ഗ്രേറ്റ് അമ്മച്ചി. മൈക്രോ ഫിനാൻസ് അംഗമല്ലേ? കൊടുക്കത്തെ ബുദ്ധിട്ടാ. കേറിക്കേ, വണ്ടി കേറിക്കേ. ഡോറടിച്ചേ. എടുത്തോ ജോർജ് ചേട്ടാ, ഞാൻ പറയണൊന്ന്. ബിന്ദു ഒരു തേങ്ങയുടെ മൂടും പറയണ്ടട്ടാ. കൊലച്ചതിയായി പോയി. വെറുതെ മനുഷ്യന്റെ വെളുപ്പങ്ങൾ തോർക്കങ്ങളായിട്ട്. ജോർജ്, എടാ നമ്മളെ MLA കല്ലൂക്കാരൻ മരിച്ചു. ഹായ്, ചെലവുണ്ടാ. ഹൈ എന്തുട്ടടാ? എപ്പോഴാ? ഒരു അരമണിക്കൂറായിട്ടേ ഉള്ളൂ. കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു കുഴപ്പമില്ല കിടന്നോർത്തിരുന്ന മനുഷ്യനാ. സൈമൻ കൂടെ ഉണ്ടായിരുന്ന ആള് വരുന്നേ ഉള്ളൂ തൃശ്ശൂരിന്ന്. ആണോ? എന്നാ അവിടെ കാണാ, വാടാ. ജോർജ് ചേട്ടാ. ചോർച്ചണ്ടെങ്കിൽ അടച്ചോ. സൈമൺ സാധനർക്കോ? നീ ചോദിച്ചു നോക്ക്, ചിലപ്പോ കിട്ടും. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ ദൈവം നേരത്തെ വിളിച്ചു എന്ന് കരുതി ആശ്വസിക്കുക സൈമ. എന്തുട്ട് ഇയാളീ പറഞ്ഞത്? 93 വയസ്സായി. നേരത്തെ വിളിച്ചു? നേരത്തെ വിളിച്ചിണ്ടാവും. കേട്ടത് ഇപ്പോഴായിരിക്കും. ആൾക്ക് ചെവി കുറവാ. ഈ പൊട്ടനാണ് ജനങ്ങളുടെ പരാതി കേട്ട് ഇത്രയും നാള്. കേക്കല് മാത്രമേ ഉള്ളൂ, കാര്യങ്ങൾ നടത്തിയിരുന്നില്ലല്ലോ. സൈമ മരണ വീടാണ്. മരണ ജാടിയാണല്ലോ ഉമ്മാർക്കൊക്കെ. ഞാൻ ഭയങ്കര ടെൻഷനിലടാ. എനിക്ക് നീളമുള്ള ഡയലോഗാ. നീ അത് ചുരുക്കി പറഞ്ഞാ മതിടാ. ഇടിച്ചു ചുരുട്ടി ഞാൻ. അവന്റെ ഒരു വീഡിയോ പിടുത്തോ അഭിനയോ അതെങ്ങനെ മേളുമൂല താഴെ വരെ ഭയങ്കര പിടിപാടല്ലേ. ഞാൻ വല്ലോ ആയിരിക്കണായിരുന്നു ഇവിടുത്തെ സൂപ്രണ്ട്. ഒറ്റ ഇടിക്കുന്നതിന്റെ കളി ഞാൻ അവസാനിപ്പിച്ചേനെ. ചെറിയ സാറിന് എന്നോട് എന്താ അത്ര ദേഷ്യം? നിന്റെയൊക്കെ ഈ കോമാളിത്തരോ അമിത സാന്ദ്രയോ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇത് കോളേജ് ക്യാമ്പസ് അല്ല, ജയിലാണ്, സെൻട്രൽ ജയിൽ. അതിന് അതിൻ്റെതായ ഭീകരതയുണ്ട്. മുമ്പൊക്കെ എന്ത് രസമായിരുന്നു. ഒരു സ്ഥലത്ത് കുനിച്ചു നിർത്തിയിടി, ഒരു സ്ഥലത്ത് ഒലക്ക കുരുട്ടല്. നീയൊക്കെ കൂടി ഇത് അംഗനവാടിയാക്കി. നടക്കണം അങ്ങോട്ട്. എന്താണ് വെള്ളത്തിൽ കളിക്കുന്നത്? കേറിപ്പോടാ. ഞാൻ അലക്കേണ്. നിന്നെ എടുത്തിട്ട് ഞാൻ അലക്കും. കേറി പോനാ പറഞ്ഞേ. ഞാൻ തുണി അലക്കാണ്. അല്ലേ സാറ് വന്ന് അലക്കിത്താ. വീട്ടിൽ തുണി അലക്കുന്നത് ഞാനാണെന്ന് ഇവൻ അറിഞ്ഞു കാണും. ഉണ്ണിക്കുട്ടാ, നമുക്ക് ഇയാൾക്കൊരു പണി കൊടുക്കണോട്ടാ. ശരിയാ, പറഞ്ഞ ഉടനെ നേഴ്സറി പിള്ളേരെ പോലെ അങ്ങോട്ട് പോവല്ലേ. നടക്കണം. അല്ല സാറേ, വഴക്കും വെക്കാണോ ഇല്ലാതെ ഞങ്ങളിവിടെ സ്നേഹത്തോടെ കഴിയുന്ന തെറ്റാ? എനിക്ക് ജയിലിൽ സാറിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളതാ. അതുകൊണ്ടാ മേലുദ്യോഗസ്ഥന്മാർക്കൊക്കെ എന്നോടൊരു സ്നേഹം. അല്ലെങ്കിൽ പിന്നെ സാറിന്റെ പ്രൊമോഷനെ കുറിച്ചൊക്കെ എന്നോട് പറയൂ. പ്രമോഷന്റെ കാര്യം സൂപ്രണ്ട് സാറത്തിൽ പറഞ്ഞു. വളരെ രഹസ്യമായിട്ടുള്ള ഒഫീഷ്യൽ കാര്യം, പുറത്ത് പറയുന്ന സൂപ്രണ്ട് സാർ പറഞ്ഞിരിക്കുന്നത്. സാറ് പറയോ? ഉറപ്പാണോ? ഉറപ്പ്. എന്താന്ന് വെച്ചാല്, അയ്യോ സാറേ എന്റെ ബെൽറ്റ് കഴിഞ്ഞു പോയി. അയ്യോ സാറേ ഇങ്ങനെ ഇരിക്കല്, കാണുന്നവര് വേറെ വല്ലതും മേടിക്കും. സാർ ഇത് പിടിച്ചോ, ഞാൻ ബെൽറ്റ് ശരിയാക്കാം. അതെന്താന്നറിയോ സാറേ? അയ്യോ ഇത് കേറണില്ലല്ലോ. അതൊക്കെ പിന്നെ കേട്ടാ. നീ ഇത് പറ. കഴിഞ്ഞ ദിവസേ ഞാൻ സൂപ്പർ സാറിന്റെ റൂമിൽ ഓർഡറിലായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തെ സാർ എന്നോട് ചോദിക്കണേ ചെറിയ സാറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം. നീ എന്ത് പറഞ്ഞു? അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ എപ്പോഴും വഴക്ക് പറയുമെങ്കിലും സാറ് ജോലിയുടെ കാര്യത്തിൽ ഭയങ്കര കണിച്ചക്കാരനാണെന്ന്. അപ്പൊ സാർ എന്നോട് ചോദിക്കണേ സാറ് വേറെ ബന്ധുക്കാരെ ചെറിയാൻ എന്തെങ്കിലും കൈക്കൂലി വാങ്ങിക്കാറുണ്ടോന്ന്. സാർ കൈക്കൂലി വാങ്ങിക്കാറുണ്ടോ സാറേ? ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല. ആരെ പരദൂഷണൊക്കെ പറഞ്ഞു പരത്തുന്നേ. സാറ് ചോറിനാൻ ചെല്ലി എപ്പോ നോക്കിയാലും ജോലി എന്ന് പറഞ്ഞു വെറുതെ ലൈഫ് കളയാൻ. ഇത് പറ. അല്ല സാറേ,
ആ അബ്കാരി കേസിലെ മുതലാളിയുടെ ബന്ധുക്കാരെ സാർ എന്തെങ്കിലും വാങ്ങിച്ചാ? അവർ ഓഫർ തന്നു, ഞാൻ പറഞ്ഞു ഇവിടെ വെച്ച് വേണ്ടാന്ന്. അല്ല, ഇവിടെ വെച്ച് തന്നെ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു എനിക്കൊന്നും വേണ്ടാന്ന്. പക്ഷേ സാർ കാശ് വാങ്ങിച്ചു ഇവിടുത്തെ സാർമാരുടെ ന്യൂസ് പറഞ്ഞിരിക്കുന്നത്. ആ ഒറ്റ കേസിലാണ് പ്രൊമോഷൻ. വേണോ വേണ്ടോ, വേണോ വേണ്ടോ? നീ എന്തെങ്കിലും ഒന്ന് ഉറപ്പിക്ക്. ആദ്യത്തെ ഞാനൊന്ന് ഉറപ്പിക്കട്ടെ, ഒന്ന് സഹകരിക്കൂ. താങ്ക് യു. എന്നിട്ട് എന്തായി? എന്നിട്ട് എന്താവാൻ, അവസാനം അവരൊരു തീരുമാനം എടുത്തു, സാറിന് പ്രൊമോഷൻ വേണ്ട. ഇറ്റ്സ് ഓക്കെ. എന്താ സാർ ഇത്? അയ്യോ എന്റെ സാറേ, ഞാൻ ചെയ്യേണ്ട ജോലിയൊക്കെ സാറ് ചെയ്യണമെങ്കിൽ സാർ ചെയ്യേണ്ട ജോലിയൊക്കെ ഞാൻ ചെയ്യേണ്ടി വരില്ലേ? സാറോട് മാറിന്നേ, ഞാൻ പിടിക്കാം. ഭയങ്കര സ്വാർത്ഥന, എല്ലാം ഇവിടെ സ്വന്തം ചെയ്യണം. നീ ഇവിടെ വിളമ്പിട്ട് അപ്പുറത്തോട്ട് വരുമല്ലോ, നിനക്കുള്ളത് വയറ് നിറച്ച് ഞാൻ അവിടെ വിളമ്പി തരാടാ. കേറി വാടാ മരമാക്രി. ആ മിനി, ഇങ്ങനൊക്കെ നടന്നാ മതിയോ? വയറൊന്ന് നിറയ്ക്കണ്ടേ നമുക്ക്? അല്ല, ഭക്ഷണം വന്നിട്ടുണ്ട്, അത് കഴിച്ച് വയറ് നിറയ്ക്കണ്ടേന്ന്. അയ്യോ, തൽക്കാലം കഴിഞ്ഞ് ഞാൻ പോക്കലിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കയറി വേടാ. ഉണ്ണിക്കുട്ടാ, നല്ല ഉറപ്പായിട്ടുണ്ട്. ഇനി ഇയാൾക്ക് ഇവിടെ പണി ഉണ്ടായാൽ നമുക്ക് പണി കിട്ടും. നല്ലൊരു പണി കൊടുക്കണം. എന്റെ അമ്മച്ചി, ഇങ്ങനെ വിഴുങ്ങിയ ജീവന്റെ തേക്കാൻ ആളുണ്ടാവില്ല കേട്ടോ. ഇവര് ഈ ജയില് നഷ്ടത്തിലാക്കും. എന്താടാ ഇത്? അറിയാതെ നിന്നെ ഞാനിപ്പോ സല്യൂട്ട് ചെയ്തേനല്ലോ. ഫാൻസി ഡ്രസ്സാ? എങ്ങനെയുണ്ട്? കൊള്ളാം. ഗോപി സാറിന്റെ വീഡിയോ ഫിലിമാ. ഇവിടുത്തെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞ? കായിക മത്സരങ്ങളെല്ലാം കഴിഞ്ഞു. കായികറി മത്സരം? കായിക മത്സരം. ഉണ്ണിക്കുട്ട, ഈ പ്രാവശ്യത്തെ കൊടന്തല്ല് മത്സരത്തിൽ ഫസ്റ്റ് ഞാനാ. ഭവാനി ചേച്ചി കൊടുക്കത്തുന്നല്ലേ, ഒറ്റയടിക്കല്ലേ ഒലക്ക കൊണ്ട് ഭർത്താവിന്റെ തലയിൽ പൊളിച്ചത്. അതും ഇരുട്ടത്തെ അഭിമാനം കണ്ട. അപ്പങ്കടിയിൽ ഫസ്റ്റ് ഞാനാ. അപ്പന്മാരെ കടിക്കണ മത്സരം ഉണ്ടാ? അപ്പങ്കടിടാ. ഓ, അപ്പങ്കടിയാ. തരത്തി പോയി കളിക്കടാ. അല്ല പൊന്നമ്മ സാറേ, എന്റെ അമ്മയുടെ സെല്ല് പാര കിടക്കണേ. അവരാ ആ വാണിഭ കേസിൽ പ്രതിയല്ലേ? ഇങ്ങനത്തെ ആൾക്കാരെന്ന് ആ സെല്ല് ഇടണ്ട കേട്ടോ. നീ സൂപ്രണ്ടിനോട് ചെന്ന് പറയടാ. എന്നിട്ട് വേണം എനിക്ക് ഇടി കിട്ടാൻ. ഇതൊക്കെ മനസ്സറിഞ്ഞോട് ചെയ്തുകൂടെ? പിന്നെ അടുത്ത ആഴ്ച റിലീസ് ആവട്ടോ. അയ്യോ, അതിലെന്താ കാര്യം? ഉടനെ ഏതെങ്കിലും കേസ് ഏറ്റെടുത്തോ ഉണ്ടാക്കിയോ നീ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരില്ലേ? പിന്നെ അങ്ങനെ എല്ലാ തല്ലപ്പൊളി കേസൊന്നും ഞാൻ ഏറ്റെടുക്കില്ല. ഇത് പാവം ഡോക്ടറാവാൻ പഠിച്ചൊരു ചെക്കനാ. അവനാരണ്ട് കുടുക്കിയതാ. അതുകൊണ്ടല്ലേ അവന്റെ ബൈക്കിൽ കഞ്ചാവ് വെച്ചത് ഞാനാന്ന് പറഞ്ഞേ. ഞാനങ്ങനെ ചെയ്തില്ലായിരുന്നില്ലേ, നാടിനൊരു ഡോക്ടർ ഇല്ലാണ്ടായേനെ. പിന്നെ മതി മതി മതി, നീ അങ്ങനെ എല്ലാ സാറുമാരെയും അങ്ങ് സോപ്പിട്ട് നിർത്തല്ലേ. പൊന്നമ്മ സാറേ, ഇവനൊന്നും അങ്ങനെ അധികം വിശ്വസിക്കല്ലേ. നമ്മൾ കുനിഞ്ഞ് ഇന്ന് ആസനത്തിൽ വരെ പടക്കം വെച്ച് പൊട്ടിക്കുന്നതിനോ. ക്രിമിനൽസിനുണ്ടായ സന്താനമല്ലേ, പിന്നെ ആ ഗുണം കാണിക്കാതിരിക്കില്ലല്ലോ. എന്തോന്ന് സാറേ ഇത്? ഇങ്ങനെയൊക്കെ നടന്നാൽ മതി, ഒന്ന് കാണണ്ടേ? എന്തോന്ന്? അല്ല, സമയമുള്ളപ്പോ ഫാമിലി ആയിട്ടൊന്ന് കാണണ്ടേന്ന്. എന്റെ ഭാര്യ നല്ല കുക്ക. സുഖല്ലേ? വൃത്തിയോട് കാണിച്ചിട്ട് സുഖമല്ലേന്നോ? എന്താടി ഈ സാറിന്റെ ബാക്കിൽ തോണ്ടി. കൊച്ചെ, വൃത്തികേട് പറയരുത്. ആഹാ, അപ്പൊ സാറ് വൃത്തിയോട് കാണിക്കാല്ലേ? ഈ ബാക്കിൽ എന്ന് പറയുമ്പോ ഏകദേശം എവിടെയായിട്ട് വരും? നോക്കട്ടെ. ആ കുട്ടിയൊക്കെ കൊണ്ടുവരപ്പെട്ട് നിൽക്കുമ്പോ നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. കുട്ടിയുടെ കുണ്ടറ ഇടുക്കി ഭാഗത്താണ് സംഭവം നടന്നിരിക്കുന്നത്. തമാശ കള, ഇത് സീരിയസ് മാറ്ററാ. അയ്യോ, എന്റെ പൊന്നു കുട്ടി, ഞാൻ കുട്ടിയുടെ എവിടെ കയറി തോണ്ടി നീ പറയുന്നത്. സാറൊന്ന് കേട്ടോണം, നിങ്ങളും കേട്ടോണം. നിങ്ങൾ എല്ലാരും ഒന്ന് കേട്ടോണം. മോള് അങ്ങോട്ടൊന്ന് തിരിഞ്ഞേക്കും, അങ്ങോട്ട് തിരിഞ്ഞേക്കും. ചിലപ്പോ ഒരു പക്ഷെ ഞാൻ കൈ വിരിച്ച് സംസാരിക്കുന്നിടയ്ക്ക് ഇങ്ങനൊന്ന് കൊണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ വിരലിന്റെ ഏറ്റവും അറിയാതെ ഇങ്ങനൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ടാവും. അതല്ലാതെ പർപ്പസ് ആയിട്ട് ഞാൻ തോണ്ടിക്കൊണ്ടിരിക്കണം. പിന്നെ ഈ സാറിന് ഇത് തന്നെയാണ് പണി. എന്നാലും അയ്യോ, സൂപ്പറായിട്ട് സാർ വരുന്നുണ്ട്. കുട്ടി ഇതൊന്നും ചെന്ന് സാറിനോട് പറയില്ലട്ടാ. ഈ പാ സാറിന്റെ പണി പോവും. എന്നാ ഞാൻ കാണിച്ചു തരാം. കൊച്ചിനോടൊന്ന് പറയണ പണി. സാർ എന്താണ് ഈ ലേഡീസിനോട് ഇങ്ങനെ പരാക്രമം കാണിക്കുന്നത്? സാറിനോട് എന്ന് പറഞ്ഞാൽ എന്റെ പണി പോവില്ലേ? സാറിനെ പേടിക്കണേ, ഞങ്ങളെല്ലാം കണ്ട് കൂടെ നിൽക്കല്ലേ. എന്നാ ഓക്കെ, നിങ്ങൾ കണ്ടോ ഞാൻ വല്ലതും ചെയ്യുന്നത്? അപ്പൊ സാർ കാണണ്ടേ ഇതല്ലേ? വരൂ. അയ്യോ, ദേ വരുന്നു എന്റെ നെഞ്ചത്തൊട്ടിക്കാൻ വരുന്നു. ഒന്ന് പറഞ്ഞേക്കണടാ. അയാളോട് ഞാൻ എന്താണെന്ന് ചോദിക്കട്ടെ. ഇവരുടെ പരാതിയിൽ എന്തെങ്കിലും സത്യമുണ്ടോ? സത്യമാണ് സാർ, ഞങ്ങൾ കണ്ടതാണ്. ഇങ്ങനെ ചാമ്പി ഇവിടെ. സത്യല്ലേ? യു ആർ സസ്പെൻഡഡ്. അയ്യോ സാർ, എനിക്കൊരു ചാൻസ് കൂടെ തരണം. ചാമ്പാനാ. ഗെറ്റ് ലോസ്റ്റ് ഇഡിയറ്റ്. സാർ, ഇന്നും ആ ബാബുവേട്ടൻ്റെ ആൾക്കാർ വന്നിരുന്നു. എന്നെ ഒത്തിരി തെറി പറഞ്ഞു. എങ്ങോട്ടെങ്കിലും മാറിയേ പറ്റൂ എനിക്ക്. എന്നെങ്ങനെ കഴിക്കുമ്പോ തെറി പറയില്ല. പുട്ടടിക്കാന്നല്ലാതെ താൻ എനിക്കൊരു സഹായം ചെയ്യുന്നില്ല. അതിനിത് പുട്ടല്ലല്ലോ, മസാല ദോശയല്ലേ. ഒരു കാര്യം. ഹലോ ഹലോ ബാലകൃഷ്ണൻ. ഇല്ല അയച്ചിട്ടില്ല.
രാവിലെ ആളെ കളിപ്പിക്കുക TV ചാനലിൽ നിന്നാണ്. ഞാൻ DGPക്ക് വക്കീൽ നോട്ടീസ് അയച്ചു വന്നു. വക്കീൽ DGPക്ക് ഒരു കുറ്റി പുട്ടും ബീഫും. ഓ വിഷമിക്കണ്ട, കഴിക്കാനല്ല, ഉച്ചക്കത്തേക്ക് പാർസല. അല്ല, വക്കീലിന്റെ റേഞ്ചിനെ കുറിച്ച് വലിയ ധാരണയില്ലാത്ത ആരോ ഒന്നൊന്ന് വിളിച്ചത്. ഇനി ബാലകൃഷ്ണൻ എന്നുള്ള പേരിൽ ഏതെങ്കിലും കൊള്ളാവുന്ന വക്കീലന്മാരുണ്ടാവോ? അതെ, ബാലകൃഷ്ണൻ ഇടിച്ചാലുണ്ടല്ലോ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഫ്ലോ പോവും, അതാ. അതെ, ഞാനാണ് DGPക്കാ. നിങ്ങളെന്താ ഈ പറയുന്നേ? അനുരാധ, അത് ഞാൻ അയച്ചതാ. DGPക്കാ? ശരിക്കും DGPക്കാ? ശാരീരികവുമായ പീഡനത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് DGPക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. അഡ്വക്കേറ്റ് S. ബാലകൃഷ്ണനാണ് യുവതിക്കായി വക്കീൽ നോട്ടീസ് അയച്ചത്. വക്കീല് വേറെ ലെവലാണല്ലോ. ഗുരുതര ആരോപണങ്ങളാണ്. DGPക്കെതിരെ നോട്ടീസോ? അത് പീഡനത്തിന്. ഇനിയും തറ നിൽക്കാൻ നേരം കാണത്തില്ല. ഈപ്പനല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ച് ഈപ്പൻ കടന്നു പിടിക്കാൻ ശ്രമിച്ച് അപമാനിച്ചു എന്നാണ് അതിൽ ബാലൻസ് ഇല്ല. വക്കീല് ആവശ്യപ്പെട്ടുള്ള വക്കീൽ നോട്ടീസ് അയച്ചത് മുണ്ടക്കയത്തെ വീട്ടിലേക്കാണ്. ഔദ്യോഗിക മേൽവിലാസത്തിലല്ല എന്നതാണ് ശ്രദ്ധേയം. ഹലോ ആളിയ, ഇതെന്താ TV-ല് ന്യൂസ്? എന്താണെന്ന് എനിക്കും അറിയില്ല അളിയ. ആ പെണ്ണ് നമുക്കിട്ട് 8ന്റെ പണിയല്ലേ വന്നത്. DGP അദ്ദേഹത്തിന്റെ തറവാടിന്റെ അഡ്രസ് ആർക്കെങ്കിലും അറിയോ? അവള് നമ്മളെ പെടുത്തിയതാളിയാ. പറഞ്ഞത് മൊത്തം നുണയാ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അത് എനിക്കെങ്ങനെ അറിയാം. പക്ഷെ ഒരു കാര്യം, ഈ ലീഗൽ നോട്ടീസുമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. വെറുതെ കിടന്ന് വിൽക്കണ്ടളിയാ. ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. അളിയനെ ഉടനെ ADGP പൊക്കും. നിങ്ങളെ ചതിക്കായിരുന്നല്ലേ? എന്റെ പൊന്നളിയ, അളിയന്റെ പെങ്ങൾക്ക് വലിയൊരു തുക കിട്ടുമെന്ന് ഓർത്ത് ഞാൻ ചെയ്തു പോയതല്ലേ. എനിക്കറിയായിരുന്നു ഇത് ഇത്രയും വഷളാവൂന്ന്. അളിയന്റെ അളിയനാണെന്ന് മനസ്സിലാക്കി ADGP എന്നെ വിളിപ്പിച്ചിട്ടുണ്ട് പോലീസ് ക്ലബിലേക്ക്. ഇനി എല്ലാം അളിയന്റെ കയ്യില. ഓക്കെ അളിയ. ഹലോ, ബാലൻസ് തീർന്നു. വണ്ടി എടുക്ക. എങ്ങോട്ട്? പോലീസ് എന്നെ തപ്പി ഇറങ്ങിയുണ്ട്. അയ്യോ, എനിക്ക് ഒന്ന് ആലോചിക്കാൻ സമയം വേണം. കോടതിയിലേക്ക് കിട്ടോ? അവിടെ പോലീസിനെ പിടിക്കാൻ പറ്റില്ല. അതെ, ബില്ല്. ഇറങ്ങിയോളൂ. മുങ്ങാമെന്ന് വിചാരിച്ചോ വക്കീലേ? റോഡിലൊക്കെ ഞങ്ങൾ സർവൈലൻസ് ക്യാമറ വെച്ചിരിക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയാ. വാ, ഒന്ന് വണ്ടി കയറി. വക്കീലേ, വന്ന് വണ്ടി കയറി, ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാനുണ്ട്. ഞാൻ അറിയ. വാ, കയറി. നമ്മുടെ SI മോഹൻപിള്ളയുടെ അളിയനാണ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വേറെ ആരും വിചാരിച്ചാലും ഞാൻ എന്റെ അളിയനുമായിട്ടൊന്ന് സംസാരിച്ചോട്ടെ. നമ്മളുമായിട്ടൊന്ന് സഹകരിക്കണമെന്ന് പറയാൻ. ശരി, പെട്ടെന്നാവട്ടെ. മാഡം ഭാഗത്തേക്ക് വിളിക്കും. ശരി സാർ, വന്ന്. ഇവര് വെറുതെ ഒന്നും ഇങ്ങോട്ട് ചോദിക്കരുത്. എന്തു വന്നാലും എന്റെ പേര് പറയരുത്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അളിയന്റെ അടുത്ത് ആ പെൺകുട്ടി നേരിട്ട് വന്ന് പരാതി പറഞ്ഞു. അളിയൻ നോട്ടീസ് അയച്ചു. ഈ പറയുന്ന ഇപ്പം DGP ആയിരുന്നെന്നും നോട്ടീസ് അയക്കുന്നത് അദ്ദേഹത്തിന്റെ തറവാട്ട് വീട്ടിലേക്കായിരുന്നെന്നും അളിയൻ അറിയില്ലായിരുന്നു. ഓക്കെ, ഇനി ഒരു കൺഫ്യൂഷനും വേണ്ട. പോലീസുകാർ ഇടിച്ച് ലാത്തി മൂലത്തിൽ കയറ്റിയാലും അളിയൻ കട്ടാക്കി നിൽക്കണം. ഇല്ലെങ്കിൽ ഇതായി പോകും നമ്മുടെയൊക്കെ ലൈഫ്. അളിയ ഒന്നും പറയണ്ട. നമുക്ക് വലുത് നമ്മുടെ ഫാമിലിയാണ്. അളിയന്റെ പെങ്ങളെ, അളിയന്റെ അച്ഛനമ്മയെ, അളിയന്റെ അളിയനെ. ബി കെയർഫുൾ. ഓക്കെ സാറേ, പുള്ളി സഹകരിക്കുന്നു. അത് നന്നായി. ഈശ്വര പാവത്തിന് രക്ഷിക്കണേ.
അനുരാധ എന്ന പെൺകുട്ടി താങ്കളെ വന്ന് കാണുന്നു. ഒരു മിസ്റ്റർ KE ഈപ്പൻ അവരെ മൊളസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ലീഗൽ നോട്ടീസ് അയക്കണമെന്ന് അവർ പറഞ്ഞു. അതാണോ ഉണ്ടായത്? ചുമ്മാ തലയിടുന്നോ? സേ യെസ് ഓർ നോ. യെസ്. തന്നെ എവിടെ വെച്ചാ അവള് കണ്ടത്? എന്റെ താമസ സ്ഥലത്ത് വെച്ചാ. കൊള്ളാവുന്ന ഇത്രയും വക്കീലന്മാരുള്ളപ്പോ അവള് തന്റെ അടുത്ത് വരാൻ എന്താ കാരണം? അതും ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വരാൻ മടിക്കുന്ന, ക്രിമിനൽസും ആന്റി സോഷ്യൽ എലിമെന്റ്സും മാത്രം താമസിക്കുന്ന ഒരു കോളനിയിൽ വെച്ച്. വക്കീൽ എന്തിനാ അങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കുന്നത്? That shows his character, madam. ഇവന്റെ ഈ വിക്ക് തന്നെ ഇവന്റെ ഒരു അടവാണ് മാഡം. എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് അവനെ ആലോചിക്കാൻ സമയം കിട്ടും. Bring her in. Yes, madam. ഇതാണോ തന്നെ വന്ന് കണ്ട് ലീഗൽ നോട്ടീസ് അയക്കണമെന്ന് ആവശ്യപ്പെട്ട് തന്റെ കക്ഷി അനുരാധ സുദർശൻ? മാഡം ചോദിച്ചു കേട്ടില്ലേ അളിയ? പറ. മോഹനൻ പിള്ള, അളിയനൊക്കെ വീട്ടിൽ മതി. പറ ബാലകൃഷ്ണ, ഞങ്ങളെ മെനക്കെടുത്താതെ. ഇത് ഈ കുട്ടി. യെസ് മാഡം, ഇതാണ് എന്റെ കക്ഷി. എടോ, താൻ എന്തോന്നായി പറയുന്നു? ഇത് ശരിയല്ല മാഡം. എനിക്ക് ഇയാളെ അറിയില്ല, സത്യമായിട്ടും. ഇതാണ് എന്റെ കക്ഷി. ഇല്ല മാഡം, ഇയാളെ പറയുന്നത്. ബാലകൃഷ്ണ, ഇവര് പറഞ്ഞിട്ടാണോ താൻ നോട്ടീസ് അയച്ചത്? അതെ. ഈ കുട്ടിയെ മൊളസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് സംസ്ഥാന പോലീസ് ചീഫാണെന്ന് ഇവര് തന്നോട് പറഞ്ഞു? ഇല്ല. ഈ ഇന്റർവ്യൂവിന് ഒരു മുതലാളി ഞായറാഴ്ച വീട്ടിൽ. ഇവര് പറഞ്ഞത് താൻ കണ്ണു അടച്ച് വിശ്വസിച്ച് നോട്ടീസ് അയച്ചു അല്ലേ? കാശിന് വേണ്ടി എന്തും ചെയ്യും. എടോ മോഹനൻ പിള്ളേ, എന്താണോ തന്റെ അളിയൻ ഇങ്ങനെ? സർ, ഈ വിക്കുള്ളത് കൊണ്ട് പ്രൊഫഷണൽ അങ്ങോട്ട് ശോഭിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ വല്ലപ്പോഴും ഇതുപോലെ കിട്ടുന്ന നക്കാപ്പിച്ച കേസ് വെച്ച് ജീവിച്ചു പോകുന്നതന്നെ. വലിയ പ്രാപ്തി എന്നുള്ള ആളല്ല. നമുക്ക് ഇയാളെ വെറുതെ വിട്ടു. എന്താ? ഒരു തവണത്തേക്ക് നമുക്ക് ഇയാളെ വെറുതെ അങ്ങനെ പറ്റൂലല്ലേ? എടോ, താനൊക്കെ പോലീസാണോടോ? വിൻസെന്റ്. യെസ് മാഡം. Do you know this Balakrishan for long? യെസ് മാഡം. ലോ കോളേജിൽ എൻ്റെ ജൂനിയർ ആയിരുന്നു. Is he clean? ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ്. അറിഞ്ഞുകൊണ്ട് അവൻ ഇങ്ങനെ ഒരു വലിയ കളിക്ക് നിൽക്കില്ല മാഡം. നമുക്കിങ്ങനെ ഒരു ലോയറിനെ പിടിച്ച് ഡീറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അയാൾ എന്ത് തെറ്റാ ചെയ്ത്? അയാളുടെ അടുത്തൊരു ക്ലയന്റ് വന്നു, എന്താ ഏതാ നോക്കാതെ ഒരു നോട്ടീസ് വിട്ടു. ബട്ട് ദ മീഡിയ ഈസ് വെരി വിജിലന്റ്. സോ അയാളോട് വിളിക്കുമ്പോൾ വരണം എന്ന് പറഞ്ഞു വിട്ടേക്ക്. ബട്ട് കീപ്പ് ആൻ ഐ ഓൺ. യെസ് മാഡം. ബാലകൃഷ്ണൻ, ഇപ്പൊ പൊയ്ക്കോളൂ. എപ്പോ വിളിച്ചാലും വരേണ്ടി വരും. താങ്ക് യു സാർ. ബാലകൃഷ്ണൻ, മീഡിയയുടെ മുമ്പിൽ പോയി വിൽക്കാൻ നിൽക്കണ്ട. യു ഗെറ്റ് മീ? ഏതാണ് ഈ പെണ്ണ്? അപ്പൊ അന്ന് ഞാൻ എന്റെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയ പെണ്ണ് ഏതാ? ആരെങ്കിലും ആട്ടെ. ഏതായാലും കറക്റ്റ് സമയത്ത് അളിയ ആ പെണ്ണ് എന്നെ ഇവളെന്ന് പറഞ്ഞിട്ട് ഡീൽ ചെയ്തില്ലേ? നന്നായി. ഇനി അങ്ങോട്ട് അളിയൻ തന്നെ എല്ലാം ഡീൽ ചെയ്തോണം.